നമ്മളെല്ലാവരും മരിച്ചു പോകും, അതുറപ്പല്ലേ. പക്ഷേ ഈ വേദന ഇല്ലാതെ എങ്ങനെ മരിക്കണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹമാണ്. എൻ്റെയും ആഗ്രഹമാണ്, നിങ്ങളെയും ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് മരണങ്ങളെ പറ്റി പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ നടന്നു പോകുന്ന സമയത്ത് പിറകുന്ന് വന്ന് വണ്ടിടിച്ച് അപ്പം നമ്മൾ അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നില്ലല്ലോ. നേരെ മറിച്ച് നമ്മൾ മുന്നിൽ നിന്നാണെങ്കിൽ നമ്മൾ കാണും. കാരണം നമ്മൾ മുന്നിൽ നിന്ന് കാണണം ഒരു ലോറി അല്ലെങ്കിൽ ബസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി സ്പീഡിൽ നമ്മളെ അരികിലോട്ട് വരുന്നത്. അപ്പം നമുക്ക് അറ്റാക്ക് വരും. കാരണം നമ്മൾ കാണുകയാണ്. നേരെ മറിച്ച് പിറകുന്നാണെങ്കിൽ നമ്മൾ കാണൂല. നമുക്ക് അതിനുള്ള സമയം കൂടി തരുന്നില്ലല്ലോ, ചിന്തിക്കാനുള്ള സമയമില്ലല്ലോ. ഞാൻ മരിക്കുകയാണെന്നുള്ള ചിന്ത ഇല്ലല്ലോ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ അങ്ങനെ മരിക്കുമ്പോഴൊക്കെ നമുക്ക് വേദന അനുഭവിക്കാൻ പറ്റില്ല. ഒരു വൈബ്രേറ്റഡാണ് നമ്മളെ ശരീരം മൊത്തം. എന്താ പറയുക, വേദന ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി രണ്ടാമത്, തലയിലോട്ട് ചക്ക വീഴുക, വലിയ ചക്ക കണ്ടല്ലോ, അതൊക്കെ വീണ് മരിക്കുകയാണെങ്കിൽ ഒരു വേദന ഉണ്ടാവില്ല. കാരണം സ്പോട്ടിൽ പോവും. കാരണം നമ്മൾ ഒരു തരം വൈബ്രേഷനാണ്. പിന്നെ രണ്ട്, തേങ്ങ, തലയിലോട്ട് തേങ്ങ വീഴുക, റൂഫ് വീഴുക, അതേമാതിരി മരം വീഴുക. ഒരു സെക്കൻഡിൽ അങ്ങനെ മരിക്കണം. അങ്ങനെയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്കൊരു വേദനയില്ല. അതേമാതിരി സൈലൻ്റ് അറ്റാക്ക് പലതും ഉണ്ട് കേട്ടോ. അത് ഡോക്ടർമാർ തീരുമാനിക്കണം. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ചിലപ്പം ഡോക്ടർമാർ നമ്മളെ ചീത്തറിയും. അത് തെറ്റാണ് പറഞ്ഞുകൊണ്ട്. സൈലൻ്റ് അറ്റാക്കൊക്കെ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഈ അപകട മരണങ്ങളിൽ ഏറ്റവും ബെറ്റർ ഞാൻ പറഞ്ഞ ഇതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ മരിക്കുന്നവർ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം വേദന അനുഭവിക്കാൻ പറ്റുന്നില്ല. ഞാനൊക്കെ മനസ്സിലാക്കുന്നതാണ്. ഒരു കൊതുക് കടിച്ച വേദന അറിയാം, ഇഞ്ചക്ഷൻ വെച്ച വേദന അറിയാം. ഇതൊന്നും അറിയാൻ പറ്റാനുള്ള സമയമില്ലല്ലോ. ഒരു മരം, നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ബാക്കിൽ നിന്നൊരു മരം വീണാൽ നമ്മളെ തല അപ്പം തന്നെ സ്വിച്ച് ഓഫ് ആവില്ലേ. നമുക്ക് ചിന്തിക്കാനുള്ള സമയം തരുന്നുണ്ടോ? അപ്പം അത്ര ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാരണങ്ങൾ. ഇനി ഞാൻ പറഞ്ഞേക്കണ വെച്ചിട്ട് നിങ്ങളത് വലിയ സീരിയസും ആക്കണ്ട, വലിയ കോമഡി ആക്കണ്ട, റിയലും ആക്കണ്ട. ഇത് സംഭവം റിയലാണ്, അത്ര വിചാരിച്ചാൽ മതി. എനിക്കറിയുന്ന ഒരു കാര്യം പറഞ്ഞു തന്നു, അത്രേ ഉള്ളൂ.